അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് നോക്കുന്നു, എൻ്റെ കമൻറ്റ് കാണാനില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ കമൻറ്റ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡേറ്റ് വന്നിട്ട് കറക്റ്റ് പറയുകയാണെങ്കിൽ December 9th. അതായത് ഞാൻ മോങ്കോഡസ് എന്നൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് 1 വർഷവും 3 മാസവും ആവുന്നു. ഇത്രയും ഒരു ഗ്യാപ്പ് ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു റീസൺ ഇത് തന്നെയാണ്. ഞാൻ ഇതിന് മുമ്പും മോങ്കോഡസിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ആയാലും ലോങ് വീഡിയോസ് ആയാലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്രൊഡക്ട്സിനെ പറ്റി റിവ്യൂസൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ അങ്ങനെ ഒത്തിരി നെഗറ്റീവ്സ് ഒന്നും പറയുന്നില്ല. എനിക്ക് ആകെ തോന്നിയിട്ടുള്ള ആ ഒരു ഡെലിവറിയിലെ ഡിലേ മാത്രമാണ് ഞാൻ എടുത്തു പറയുന്നത്. ഒക്കെ ആയിട്ട് മോങ്കോഡസിനെതിരെ ഒരു ക്യാമ്പയിൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഞാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ്. കാരണം എനിക്ക് 1 വർഷത്തിലധികമായി ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ഒന്നല്ല 2 പ്രൊഡക്റ്റാണ് എനിക്ക് കിട്ടാനുള്ളത്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ പറയുന്നുണ്ട്. അതിൽ 2 അപ്ഡേറ്റ് ആകെ തന്നിട്ടുള്ളത് എന്ന് പറയാൻ എല്ലാവർക്കും വന്നതുപോലെ തന്നെ എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റോ എന്തോ സംതിങ് നടന്നിട്ടുണ്ട്, അത് കാരണം ആണ് ഡിലേ ആവുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ അതിനോട് കോപ്പറേറ്റ് ചെയ്യണം, കുറച്ച് ഡിലേ ആവും, ഉടനെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് സെക്കൻഡ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇത്രയും നല്ലൊരു രീതിയിൽ നിൽക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റുള്ള ആൾക്കാർ ഇത്രയും ആൾക്കാരെ പൊട്ടന്മാരാക്കി ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ചെറിയ കാര്യം പോലും അവർ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടാറുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനൊരു ഡിഫക്റ്റ് ഉണ്ടായതിനെക്കുറിച്ച് ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ ഒന്നും തന്നെ അവർ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത്, ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതെനിക്ക് എന്താ പറയുക, ഇപ്പോഴും വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ഇതിലാണ് ഞാൻ. ആദ്യം ഞാനത് വിശ്വസിച്ചു കേട്ടോ. ആ ഒരു മെയിൽ വന്നപ്പോൾ മേ ബി അവർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കാം ലേറ്റ് ആയതെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും നാളായിട്ടും അവർ അത് ഡെലിവറി ചെയ്യാതിരുന്നപ്പോൾ. ഞാൻ അവരുടെ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഷോർട്സിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് വ്യൂസ് പോയതാണ്, ഒരുപാട് നെഗറ്റീവും പോസിറ്റീവ് കമൻസും വന്നിട്ടുള്ളതാണ്. നിനക്ക് ഇതിനേക്കാളും ഭേദം മീഷോന്ന് ഓർഡർ ചെയ്തുകൂടെ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചീപ്പ് ക്വാളിറ്റി ആണെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ ഒരു പ്രൈസിന് എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ട്, ക്വാളിറ്റി മീൻസ് ആ ഒരു പ്രൈസിന് നല്ലതായിട്ട് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാനത് അത്ര നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അന്ന് ഒരു 4 month കൊണ്ടൊക്കെയാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിൽ ഓക്കെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇതുവരെയും നെഗറ്റീവ്സ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ സഹി കെട്ടിട്ട് പറയുവാണ്. അപ്പോൾ ഞാൻ 2 പ്രൊഡക്ട്സ്, എൻ്റെ അനിയത്തിയുടെ കല്യാണം, അവളുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 മാസം കഴിയുന്നു. അനിയത്തിയുടെ കല്യാണത്തിന് മുമ്പേ സെപ്റ്റംബർ മന്തിലാണ്, സെപ്റ്റംബർ ഒക്ടോബർ മന്തിലായിട്ടാണ് 2 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നത്. ആ ഒരു കല്യാണത്തിന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, അതിന് കഴിഞ്ഞിട്ടായാലും ചിലപ്പോൾ കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണ് 2 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നത്. രണ്ടിനും കൂടി വന്നിട്ട് ഏകദേശം 2000 സംതിങ് ആണ്. എനിക്ക് റേറ്റ് ഓർമ്മയില്ല. ഞാൻ അതിൻ്റെ ഇൻവോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ വേറൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക, ഒരു 399 ഒരു മെറ്റീരിയലായിരുന്നു. അത് അവർ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മെറ്റീരിയലിൽ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇത് കൈ കിട്ടിയിട്ടില്ല, എന്നിട്ടും ഞാൻ ഓർഡർ ചെയ്യണം. എൻ്റെ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ മതി. ഏത് സമയത്താണോ എനിക്കങ്ങനെ തോന്നിയെന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് എങ്കിൽ നിനക്ക് ഈ പണി നിനക്ക് കിട്ടണമെന്ന് പറയും. അങ്ങനെ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നു. അത് പക്ഷേ 1 month കഴിഞ്ഞപ്പോൾ തന്നെ ഡെലിവറി ചെയ്തു. വളരെ ചീപ്പ് ക്വാളിറ്റി, ഞാൻ പ്രതീക്ഷിച്ച കളറും അല്ല, വളരെ തിൻ മെറ്റീരിയലും. ഞാൻ അതേ കണക്ക് അത് മടക്കി പൂട്ടി അലമാരയിൽ വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, അത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ അതേ കണക്ക് വെച്ചു. അവരൊരു എന്താ പറയുക അതിനെ, ഷ്രഗ് മീൻസ് ഷ്രഗല്ല, ഒരു എന്തേലും ആവട്ടെ, എന്തോ ഒരു ഇത് കാണിച്ചിട്ട് നല്ലൊരു നേവി ബ്ലൂ, നല്ലൊരു ബ്ലൂ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ബ്ലൂ ആണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ ഒരു നരച്ച പോലത്തെ ഒരു ബ്ലൂ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വെരി വേഴ്സ് സിറ്റുവേഷൻ ആയിരുന്നു അത്. ഓക്കെ, എന്നിട്ടും ഇത്രയും ഞാൻ ചെയ്യുന്ന ഒരാൾ, ഞാൻ എന്തുകൊണ്ട് ഈ 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടില്ല? ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ആ ഒരു സമയത്ത് 2 മാസം മുന്നേ ഒരുപാട് വീഡിയോസ് വന്നു, ഒരുപാട് ഇൻസ്റ്റഗ്രാമിൽ ക്യാമ്പയിൻസ് ഞാൻ കണ്ടു ഈ മോങ്കോഡസിനെ പറ്റിയിട്ട്. ഞാനും അതിൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. എന്നിട്ടും ഞാൻ ഒരു വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസൺ, ഞാൻ അവർക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ ഒരുപാട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ എടുക്കത്തില്ല, അത് വേറൊരു റീസൺ.
ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു. എൻ്റെ ഈ ഒരു ഇൻവോയ്സ് നമ്പറും ഓർഡർ നമ്പറൊക്കെ വെച്ചിട്ട് ഞാൻ അയച്ചു. ഒരുപാട് അയക്കുമ്പോൾ അവർ ഓട്ടോ റിപ്ലൈ ആണ് തരുന്നത്. എല്ലാത്തിനും അവർ ഓട്ടോ റിപ്ലൈ ആണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നാലും അവർ ഇത് ഓട്ടോ റിപ്ലൈ തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വൺ ഡേ അവരിങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പം ഈ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇട്ടു. എനിക്ക് 1 വർഷത്തിൽ കൂടുതലായി ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് 2 പ്രൊഡക്റ്റ്സ് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കമൻറ്റ് ഇട്ടു. ആ കമൻറ്റ് ഇട്ടതും വെരി നെക്സ്റ്റ് മിനിറ്റ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വരികയാണ്. ഒരു ലോങ് മെസ്സേജ് തന്നെ അവർ അയച്ചിട്ടുണ്ടായിരുന്നു. മാഡം, ഞങ്ങൾ പറഞ്ഞതല്ലേ ഇങ്ങനൊരു ഇഷ്യൂ സംഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഡിലേ ആവുന്നത്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതല്ലേ, എന്തായാലും ഞങ്ങൾ ഒരു ഡിലേ ഇല്ലാതെ പ്രൊഡക്റ്റ് എല്ലാം ഫുൾ ഇംഗ്ലീഷിലാണോ, ഒരു ഡിലേ ഇല്ലാതെ പ്രൊഡക്റ്റ് എല്ലാം ഡെലിവറി ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോങ് മെസ്സേജ് അവരെനിക്ക് അയച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് നോക്കുന്നു, എൻ്റെ കമൻറ്റ് കാണാനില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ കമൻറ്റ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, വീണ്ടും ഞാൻ കുറച്ച് നാൾ അവർ പറഞ്ഞത് വിത്തിൻ 1 മന്ത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ 1 മന്തിൽ അവർ ഡെലിവറി ചെയ്യുമായിരിക്കും. പിന്നെയും വെയിറ്റ് ചെയ്തിട്ട് അവർ പുതിയ കസ്റ്റമർ നമ്പേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വിളിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല. പിന്നെ ഞാൻ അവർക്ക് വീണ്ടും മെസ്സേജ് ഇടാൻ തുടങ്ങി, എന്ന് ഡെലിവറി ചെയ്യും. ഇപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടോ. ഇനി മെസ്സേജ് ചെയ്യുന്ന പരിപാടിയേ ഇല്ല. ഇപ്പോൾ യൂട്യൂബിൽ ഒരു ഫേമസ് ഒരു യൂട്യൂബർ ചേച്ചിയുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ കൺസ്യൂമർ കോർട്ടിൽ എങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. മേ ബി അവർ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യും എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മോങ്കോഡസിൽ. അപ്പോൾ അവർ റീഫണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. ബിഗിനിങ് സ്റ്റേജിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ റീഫണ്ട് ചെയ്യുന്നില്ല, ഉടനെ തന്നെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാം എന്നാണ് എനിക്ക് അവർ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു തോട്ട് വന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ അതിൻ്റെയൊന്നും ആഫ്റ്റർ എഫക്റ്റ്, അതായത് ആ ഒരു കൺസ്യൂമർ കോർട്ടിൽ നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ആർക്കെങ്കിലും അതിൻ്റെ റിപ്ലൈ കിട്ടിയോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അതിൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടായോ, എന്തെങ്കിലും ഒരു റിപ്ലൈ എന്തെങ്കിലും അറിയാൻ പറ്റിയോ എന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അല്ലെങ്കിൽ നിങ്ങളും എന്നെപ്പോലെ 1 year ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണോ എന്നുള്ളതും എനിക്കറിയണം. അതെല്ലാം നിങ്ങൾ കമൻറ്റിൽ കൂടെ എന്നോട് പറയണം കേട്ടോ. അവരുടെ വിചാരം മേ ബി 2 വർഷം കഴിയുമ്പോൾ, കുറച്ച് നാളും കൂടെ ഇവർ വെയിറ്റ് ചെയ്ത് 2 വർഷം കഴിയുമ്പോൾ ഇങ്ങനൊരു സാധനം ഓർഡർ ചെയ്തതേ നമ്മൾ മറന്നു പോകും. ഒത്തിരി പേര് അങ്ങനെ വിടുന്ന ആൾക്കാരുണ്ട്. എന്തേലും പോട്ടെ, 2000 രൂപ 3000 രൂപയല്ലേ, പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരുപാട് പേര്. അങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡെങ്കിൽ എനിക്കറിയില്ല എങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, എനിക്കറിയണമായിരുന്നു ലൈക്ക് എന്താണ്, എത്ര പേര് ഇതുപോലെ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എത്ര പേര് റീഫണ്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് എനിക്കറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഒരു റിവ്യൂ എന്ന് പോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഇതിനെന്തുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ എന്തായാലും കൺസ്യൂമർ കോർട്ടിൽ ഞാൻ എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്യാൻ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഇതിന് എങ്ങനെയാണ് പ്രൊസീജിയർ എന്നുള്ളതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കണം എന്നുണ്ട്. എന്തായാലും ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. ബിക്കോസ് ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഇത്രയും നാൾ കഴിഞ്ഞ്, അവർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞങ്ങളിതെല്ലാം മറന്ന് ഈ ഒരു എന്താ പറയുക, ഓർഡർ ചെയ്തതേ വിട്ടിട്ട് ആ പൈസ വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ പോകുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ സോറി. ഞാൻ ഒരുപാട് എന്താ പറയുക റിവ്യൂ വീഡിയോസ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജസിൻ്റെ റിവ്യൂ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നുമല്ല, എന്നാലും അറ്റ്ലീസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുമായിട്ട് ഞാൻ ഇതുവരെ കൊളാബല്ല ചെയ്തത്. ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിച്ച പ്രൊഡക്റ്റ് ഞാൻ ഇട്ട് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, അതിൻ്റെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് പറഞ്ഞു. അത്ര മാത്രമാണ് ഞാൻ ചെയ്തത്. അല്ലാതെ തന്നെ സപ്പോർട്ട് ചെയ്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് നെഗറ്റീവ്സ് വരുന്നുണ്ട് അതിന്. എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ലൊരു അവർ റിപ്ലൈ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉടനെ തന്നെ പ്രൊഡക്റ്റ് കിട്ടാത്തവർക്കെല്ലാം പ്രൊഡക്റ്റ് കിട്ടും, അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാത്തവർക്ക് റീഫണ്ട് ചെയ്യണം. മസ്റ്റായിട്ട് അവർ ചെയ്തിരിക്കണം. ഇത്രയും നാളായിട്ടും ആൾക്കാരെ പറ്റിക്കാൻ ഇനി ഞാൻ സമ്മതിക്കരുത് ആരും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.